എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1731 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ VK ദേവരാജ്, DHMS, സ്വകാര്യ ചികിത്സകൻ, കൊക്കോതമംഗലം, ചേർത്തല, പ്രസിഡന്റ് ഫ്രഷ് ഹോമിയോപ്പതി പഠന ഗ്രൂപ്പ്, ISKയുടെ യൂണിറ്റ് ആക്ടിവിറ്റി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ട്രസ്റ്റ് ബോർഡ്, ഫാക്കൽറ്റി സെൽ മെമ്പർ എന്നീ നിലകളിൽ മുൻകാലങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 32 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ദേവൻ ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണ് ഇന്നുള്ളത്. ദേവൻ ഡോക്ടറുടെ വിലയേറിയ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി VK ദേവരാജ് ഡോക്ടറെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. അൺമ്യൂട്ട് ചെയ്ത് കോഹോസ്റ്റ് ആണല്ലോ. നാളെ മെയ് 29 വ്യാഴാഴ്ച ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിനമാണ്. അതിന് നമ്മളൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ GST കണ്ടല്ലൂർ ആലപ്പുഴ ഡോക്ടർ സിജി സോമരാജൻ ആണ് നടത്തുന്നത്. അതുപോലെ മുഖ്യ പ്രഭാഷണമായിട്ട് ആരോഗ്യ മേഖലയിലെ വനിതകളും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ ഡോക്ടർ നാരായണ പണ്ടാല സാറ് പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ ഒരു ചടങ്ങിൽ എല്ലാവരും നാളെ സന്നിഹിതരാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നാളത്തെ പ്രത്യേക പരിപാടിക്ക് മോഡറേറ്ററായിട്ട് മനോജ് ഡോക്ടറും സ്വാഗതം പറയുന്നത് ശൈല ഡോക്ടറുമാണ്. നന്ദി മറിയാമ്മ ഡോക്ടർ തന്നെയാണ്. എല്ലാവരും നാളത്തെ ഈ പ്രത്യേക പരിപാടിയിൽ എത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. എല്ലാവരോടും ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ നമ്മുടെ വീഡിയോസ് കാണുന്നതിന്റെ താഴെ ഒരു ലൈക്ക് ജസ്റ്റ് ഒന്ന് അടിക്കുക. ലൈക്കുകളുടെ എണ്ണം ഇപ്പോഴും 5, 8, 10 അങ്ങനെ നിൽക്കുകയാണ്. കാണുന്നവരുടെ എണ്ണം ഒരു 100 ആ രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നിങ്ങളത് കാണണം തന്നെ നിർബന്ധമില്ല. കണ്ടില്ലെങ്കിൽ പോലും അതിന്റെ താഴെ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് പ്രചരണം ശരിക്കും നടക്കുന്നത്. നമ്മൾ ഇതുവരെ 7000-ൽ താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു മിനിമം 10,000 കഴിയേണ്ട സമയം കഴിഞ്ഞു വരുന്നു. തുടങ്ങാം. അത് കാണുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. സാരമില്ല ഡോക്ടർ സംസാരിച്ചോളൂ. നോക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിപ്പോ ഈ എന്താ പറയണ്ടേ, റിസർവ് കളിക്കാരനാണ്. അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് ഇന്ന് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഈ മെയിൻ താരങ്ങളില്ലാത്തപ്പോ വരുന്ന റിസർവ് ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി അവർക്ക് വരാൻ പറ്റാതെ വരികയോ, അപ്പൊ അതുകൊണ്ട് അധികമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഞാനൊരു അലർജിയെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അലർജിയെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് ഇന്ന് എന്നോട് എന്ത് വേണേലും പറയാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് മതിയോ അലർജിയിലേക്ക് കടക്കണം? എങ്ങനെ വേണേലും ചെയ്യും. എന്തോ ബില്ലുമായിട്ട് പറഞ്ഞോ? അല്ല, ഇപ്പൊ കുറെ ഡോക്ടർമാരെ വിളിച്ച് സംശയം ചോദിച്ചിരുന്നു. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിംഗിൾ ഡോക്ടർ ക്ലിനിക്കുകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഞാനിപ്പം ഈ ചാറ്റ് GPT ഒക്കെ അടിച്ചു നോക്കി. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിയമം കിടക്കുന്നത് ചെയ്യണമെന്നാണ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക് ആണെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഉത്തരേ വരുള്ളൂ. പക്ഷെ നിയമം അങ്ങനെയല്ല, സംഭവം അങ്ങനെയല്ല. അതിന്റെ ഒരു മീറ്റിംഗ് നടന്നു. അതിന്റെ മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിൽ
നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ മാത്രമല്ല, സിംഗിൾ ഡോക്ടർ ക്ലിനിക്കിട്ടുള്ള ഡോക്ടർമാരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് അതേപോലെ നമ്മൾ ഇപ്പോൾ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ക്ലിനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും ക്ലിനിക്കിന്റെ ബോർഡ് വെക്കുമ്പോഴാണ്. ഒരു ഡോക്ടർ എന്ന പേര് വെച്ച് കൺസൾട്ടേഷൻ, ഞാൻ ഈ വളഞ്ഞ വഴി പറയുന്നു എന്ന് ആരും വിചാരിക്കരുത്, കൺസൾട്ടേഷൻ എന്ന് മാത്രം വെച്ചാലും രജിസ്റ്റർ ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം, ആദ്യം ഫ്രീ ആണ്. ഇത് 3 കാറ്റഗറി ആയിട്ടാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഹോമിയോപ്പതിയെ തിരിച്ചിരിക്കുന്നത്. ആ 3 കാറ്റഗറിയിൽ നമ്മൾ അതായത് ഹോസ്പിറ്റല്, പിന്നെ ഈ സ്റ്റാഫ്, ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ആദ്യം ഫ്രീ ആണെങ്കിലും പിന്നീട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. അപ്പോ ഇത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇത് വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ഞാൻ അതിന്റെ ഇതെടുത്ത് നോക്കി, എത്ര അലോപ്പതിക്കാർ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് അവര് ബഹുഭൂരിപക്ഷം ചെയ്തിട്ടില്ല. അവരാണല്ലോ ഇത് കൊണ്ടുവരികയും സ്റ്റാൻഡർഡൈസേഷനും വേണ്ടത്. അവരാരും ബഹുഭൂരിപക്ഷം ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ചെയ്യാം. അതിൻ്റെതായ കുറെ സംഭവം ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്താൽ, ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ക്ലിനിക്കിൽ ചിലപ്പോൾ അതെല്ലാം കൂടി പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഞങ്ങളെ പോലെയുള്ള പഴയ ആൾക്കാർക്കൊന്നും പ്രശ്നം വരത്തില്ല. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് ഏരിയയും ഒക്കെ നോക്കുമ്പോൾ പണ്ട് തൊട്ടുള്ളവർക്ക് പ്രശ്നം വരില്ല പൊതുവെ. പക്ഷെ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ റൂമിൽ ഇരിക്കുന്നവർക്കൊക്കെ പ്രശ്നം വരും. അപ്പൊ അത് നിങ്ങൾ അതൊന്ന് ഓർക്കുക. അത് കുറെ ഡോക്ടർമാർ എന്നോട് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു. അതിൽ പിന്നെ പൊല്യൂഷന്റെ കാര്യം ചോദിച്ചു. അപ്പൊ പൊല്യൂഷന്റെ നമ്മുടെ ഈ സൂമിൽ നമ്മുടെ ഒരു ഡോക്ടറോട്, ആ ഡോക്ടർ തന്നെ എന്നെ വിളിച്ചത്, ഇവിടെ സൂമിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്നതാണ്. അപ്പൊ ആ ഡോക്ടറോട് അവിടുത്തെ ഹെൽത്തിന്റെ ആൾക്കാരൊക്കെ പിടിച്ച് എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ, അപ്പൊ പൊല്യൂഷന്റെ ഇതൊക്കെ ചോദിച്ചു. പൊല്യൂഷന് 500 രൂപ അടച്ച് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത്. അത് നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു ഡോക്ടർ മെസ്സേജ് അയച്ചു. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ പറ്റത്തില്ല. കാരണം വൺ ടൈം രജിസ്ട്രേഷന് 500 രൂപ ആക്കി തന്നത് തന്നെ പല ഇതിനു മുമ്പ് തന്നെ അതിനുള്ള ശ്രമം നടത്തി. അത് അങ്ങനെ സർക്കുലർ വന്നു. ഇപ്പോഴത്തെ ISKയുടെ പ്രസിഡന്റും അതിനായിട്ട് അതൊന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ലെറ്റർ അയച്ചു. അപ്പൊ ആ ലെറ്ററിന് കിട്ടിയ മറുപടിയിൽ ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി ഇവരൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മള് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമ്മൾക്ക് സംഭവം നല്ല കാര്യമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് അതിൻ്റെതായ പിന്നീട് അത് ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് അതിന്റെ ഇതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണമെന്നില്ല. അതിനിടയ്ക്ക് ഒന്ന് നോക്കിയതാണ്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത്, ഇപ്പോ ഈ നമ്മുടെ പല ഡെഫിനിഷൻസും കൂടി കൂട്ടി വായിച്ചാലേ ബില്ല് മനസ്സിലാവുള്ളൂ. ബില്ലില് പകർച്ചവ്യാധികളെ കുറിച്ച് കിടക്കുന്ന ഡെഫിനിഷനിൽ പറയുന്നത്, ഒരു പ്രദേശത്ത് ത്വരിതഗതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ വ്യാപനം എണ്ണം വെച്ചിട്ടാണ് പകർച്ചവ്യാധി തീരുമാനിക്കുന്നത്. അപ്പൊ പകർച്ചവ്യാധി ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ത്വരിതഗതിയിൽ ഒരു പ്രദേശത്ത് ഇപ്പൊ ഡയബറ്റീസ് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൂടുകയാണെങ്കിലോ അതിനെയൊക്കെ പകർച്ചവ്യാധിയിൽ പെടുത്താമെന്ന് പറയുന്നത്. പകർച്ചവ്യാധിയിൽ പെടുത്തി കഴിഞ്ഞാൽ 7-ൽ 7 എന്ന് പറയുന്നത് ആരോഗ്യ അടിയന്തരാവസ്ഥയാണ്. 7-ൽ 8 പ്രോട്ടോകോളാണ്. ഈ പകർച്ചവ്യാധി അടിയന്തരാവസ്ഥയിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പകർച്ചവ്യാധിയിൽ പെടുത്തിയ രോഗങ്ങളൊന്നും ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതാണ് ഡോക്ടർ, ഇപ്പം പലർക്കും സംശയമുണ്ട്, ഇപ്പം വരുന്ന ഫീവർ കേസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന്. ഇല്ല, റിപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിനായിട്ടുള്ള, അതായത് ചട്ടങ്ങൾ വരുന്നതേ ഉള്ളൂ. ചട്ടങ്ങൾ വന്നതിന് ശേഷമാണ് റിപ്പോർട്ടിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഇതൊക്കെ ചിലരുടെ അമിതമായിട്ടുള്ള അമിത ഉത്സാഹം കാണിക്കുന്ന, ശുഷ്കാന്തി കാണിക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. ഇപ്പൊ പോയി രജിസ്റ്റർ ചെയ്തവരുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പോയി രജിസ്റ്റർ ചെയ്തവരുണ്ട്. അതൊക്കെ അവരോട് നമ്മൾക്ക് പലർക്കും അതില് എനിക്കൊരു ഡോക്ടറെ അറിയാം. അദ്ദേഹത്തിന് ഒരു പാരമ്പര്യം എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം വിവാഹം കഴിച്ച ചെന്ന സ്ഥലത്ത് അവിടെ വലിയൊരു ക്ലിനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അത് എല്ലായ്പ്പോഴും
എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പൊ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പിന്നെ നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇതിനിടയ്ക്ക് ഇത് മറ്റതും കൂടി നോക്കുന്നു, അതാണ് അതൊക്കെ ഇടയ്ക്ക് ഇപ്പൊ ഒന്ന് കിട്ടിയായിരുന്നു. പിന്നെ പിന്നെ ഉള്ളത് ഈ ഇതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കാര്യം. ഇതാണ് പൊല്യൂഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് വൺ ഡേയും എടുക്കണം. വൺ ഡേയും എടുത്ത് അത് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ അതൊന്നും ക്ലിനിക്കൽ CE ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതല്ല. CE ആക്ട് പ്രകാരം അലോപ്പതി ഹോസ്പിറ്റലുകൾ പോലും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനായിട്ട് അതിനായിട്ട് തുനിഞ്ഞിറങ്ങേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായിട്ട് തുനിഞ്ഞിറങ്ങേണ്ട കാര്യമില്ല. അതാണ് ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ ആക്ടിൽ ഉണ്ടാകുന്ന ചട്ടങ്ങൾ നമ്മളെ തീർത്തും ഒഴിവാക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആക്ട് നിലനിൽക്കുന്ന പല നിയമങ്ങൾക്കും എതിരാണ്. ഇത് ഇവർ പോലും മനസ്സിലാക്കുന്നത് നമ്മളിത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ആക്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പലപ്പോഴും അവർക്ക് ദോഷം, പൊതുവെ നിയമവ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് അത് കോടതിയിൽ പോയാൽ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അത് അവർ മനസ്സിലാക്കാതെയാണ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ ബില്ല് നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഒരു ആയുഷ് സിസ്റ്റം ഉണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഒരു മിനിസ്ട്രിയും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ സ്വീകരിച്ചത് ഒരുപക്ഷെ അവർ അറിയാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട രീതിയിൽ അവർ അതിനെ ഉൾക്കൊള്ളാഞ്ഞിട്ടായിരിക്കും. അതോടൊപ്പം എൻ്റെ ഒരു പരാതി കൂടി പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ യാദൃശ്ചികമായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി ഇപ്പോഴത്തെ യുവാക്കൾ നേരിടുന്ന ഒരു പ്രശ്നം, അതായത് മാറുന്ന യുവതയും സാമൂഹ്യ ബന്ധങ്ങളും എന്നുള്ളതാണ് ഹോമിയോപ്പതി. ഇതിൽ ഹോമിയോപ്പതിയുടെ സാധ്യത. അപ്പൊ അത് ഞാൻ പറഞ്ഞ് ഈ ക്ലെയർവോയൻസ് എന്നും പറയേണ്ട നമ്മൾക്കൊരു റൂബ്രിക്സ് ഉണ്ട്. അത് ഡിസീസ് തലത്തിൽ വരുമ്പോഴാണ് അത് മോശമാകും. നല്ല തലത്തിൽ വരുമ്പോൾ നല്ലതാണെന്ന് പറയണം. അതായത് നമ്മള് ഒരുതരം പ്രൊഫസി, ഒരുതരം പ്രവചനം. അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ 2 മാസം മുമ്പ് ചെയ്യുമ്പോൾ ഈ യുവാക്കളിടയിൽ ഇത്രയും പ്രശ്നങ്ങളില്ല. അതിന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു ഇഷ്യൂ ആയി. അറിയാലോ, നമുക്ക് കുറെ സംഭവങ്ങൾ ആനുകാലികമായിട്ട് സംഭവിച്ച കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ അതിന്റെ ഒരു ഐഡിയ കൂടി മുന്നോട്ട് വെച്ചായിരുന്നു. ഐഡിയ എന്ന് പറയുന്നത് ഈ യുവത ഇങ്ങനെ മാറുന്നതിന് പിന്നിലുള്ള ഒരു സാമൂഹ്യ കാരണങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഹോമിയോപ്പതി ഉപയോഗിച്ച് പരിഹരിക്കാം, അതാണ്. അപ്പൊ അന്ന് ക്ലാസ് കേട്ട പലരും അന്ന് കുറച്ചുപേര് കമന്റ് പറഞ്ഞു ഒരു ക്ലാസ് കൂടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്നോട് ആ ക്ലാസ്സിന്റെ കാര്യം ആരും പറഞ്ഞില്ല. മാത്രമല്ല അതിനുശേഷം ഞാൻ കാണുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഈ കൗമാരം, യൗവനം എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനത് പറയുന്നില്ല, കാരണം ബാക്കി കുറച്ച് പറയാനുണ്ടായിരുന്നു. അന്ന് കയറിയ അന്നുള്ള പലരും പറഞ്ഞു. ഇനി അവര് വെറുതെ പറഞ്ഞാണോ എന്നെ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞു അത് അതിന്റെ ബാക്കി കൂടി എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞില്ല, പറയാതിരുന്നതുകൊണ്ട്. എന്തായാലും ഒരു കാലിക പ്രധാനമുള്ള ഒരു കാര്യമാണ് ഞാനന്ന് ചെയ്തത്. കാരണം അതിനുശേഷം പെട്ടെന്നാണ് കുറെ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കൊക്കെ വളരെ വലിയ ഒരു ക്രിമിനൽ വൽക്കരണമൊക്കെ നടന്നു, ക്രിമിനലൈസേഷൻ ഒക്കെ നടന്നു. അപ്പൊ അത് മയക്കുമരുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് നമുക്ക് ഹോമിയോപ്പതിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതെനിക്ക് അന്ന് ഞാനിപ്പം ഇനി അത് പറയണമെന്ന് വെച്ചാൽ അത് ഓൾറെഡി പലരും ക്ലാസ് എടുത്തു. ഇനി അവരുടെ ക്ലാസ് ഒന്നും എനിക്ക് പലപ്പോഴും കേൾക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു ആവർത്തനത്തിന് എനിക്ക് താല്പര്യമില്ല. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അതിന് പണ്ട് ഞാനൊരു കഥ പറയുമായിരുന്നു. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സമയം കിട്ടിയാൽ ആ കഥ ഞാൻ അവസാനം പറയാം. അലർജിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അലർജി എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ റെസ്പോൺസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ആണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് സ്ട്രെസ് കൂടുമ്പോൾ ഈ അലർജി കണ്ടീഷൻസ് കൂടുന്നതായിട്ട് ആണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടെന്ന് വെച്ചാൽ കൃത്യമായ ഗവേഷണങ്ങളോട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ മെക്കാനിസം ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് SPA ആക്സിസിലാണ്.
ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനാലിൻ ആക്സിസിലാണ് അതിന്റെ ഇത് കിടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ഒരു രീതി, ഞാൻ അങ്ങനെ എന്നിട്ടാ ഞാൻ വലിയ സംഭവം എന്നല്ല, ഞാൻ കുറച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഇതിന്റെ ഒരു മെഡിസിനൽ തലം കൂടി പറഞ്ഞു പോകാമെന്നാണ്. അപ്പൊ സ്ട്രെസ്സിന് നമുക്ക് നിരവധി മെഡിസിൻ ഉണ്ട്. എമോഷണൽ എക്സൈറ്റ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള റൂബ്രിക്സ് തന്നെ. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഞാൻ ഇപ്പൊ പറയുന്നത് അതല്ല. ഈ SPA ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യം ഹൈപ്പോതലാമസിൽ നിന്ന് അഡ്രിനോ ഇത് പിറ്റ്യൂട്ടറി അല്ലല്ല കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോൺ വന്നിട്ടാണ് പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വന്നിട്ട് അത് വന്നിട്ടാണ് ACTH ഉണ്ടാകുന്നത്. അതായത് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ACTH കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നത്. ഹൈപ്പോതലാമസ് വന്നിട്ട് പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോൺ ഉണ്ടാകും. ഈ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോൺ ആണ് ആ ട്രോപ്പിക് എന്ന വാക്കിൽ തന്നെ ഒരു ഡയറക്ഷണൽ എന്നുള്ള ഒരു അർത്ഥം. ബയോളജിയിലെ ട്രോപ്പിക് എന്ന് പറയുന്നത്, ഭൂമിശാസ്ത്രത്തിൽ ട്രോപ്പിക് നമ്മുടെ ഇത് ലൈനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, മെറിഡിയനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഇക്വേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ബയോളജിയിലെ ട്രോപ്പിക് എന്ന വാക്കിന്റെ അർത്ഥം ഒരു ഡയറക്ഷൻ, പോകാൻ ഒരു വഴി, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അത്രേ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഈ അഡ്രീനൽ കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോൺ ആണ് അഡ്രിനാലിനെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. അഡ്രിനാലിൻ അത് പിന്നെ കോർട്ടിസോളിലേക്ക്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ കാണാൻ പറ്റും. സ്ട്രെസ്സിന് നമ്മൾക്ക് ആദ്യം കൊടുക്കാവുന്ന ഒരു മെഡിസിൻ നമ്മുടെ ഹൈപ്പോതലാമസ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും സ്പെസിഫിക് ആണ് വേണ്ട. അപ്പൊ സ്ട്രെസ്സിന് നമ്മൾക്ക് സിംറ്റം ഒക്കെ ഉണ്ടെങ്കിൽ വേറെ കൊടുക്കണം. എന്നാലും ഒരു സിംഗിൾ ഡോസ് ഇടയ്ക്ക് ഒരു ഹൈപ്പോതലാമസ് ഒരു ഡോസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇല്ല, കോർട്ടിസോൺ ഉണ്ട്. പക്ഷെ കോർട്ടിസോണും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കോർട്ടിസോൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഡെറിവേറ്റീവ് ആണ്, അത് ഹോർമോൺ ആണ്. മറ്റത് സിന്തറ്റിക്, അതിൽ നിന്നുണ്ടാക്കിയ സിന്തറ്റിക് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ സിന്തറ്റിക് പ്രൊഡക്ഷന് ഉള്ള പരിമിതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർട്ടിസോൺ നമുക്ക് മെഡിസിൻ ആണ്, പക്ഷെ അത് ആക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ മാത്രമാണ്, ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മുടെ ഹോമിയോപ്പതിക് കോർട്ടിസോൺ എന്ന് പറയുന്നത് നമ്മളെ കറുവായിൽ നിന്ന് എടുക്കുന്ന മെഡിസിന്റെ പേരെന്താണ്? സിനമൺ അല്ലേ? കറുവ. സിനമണാണ് കറുവ. അപ്പൊ മറ്റേത് കറുവയല്ല, അല്ല ഹെലിക്കോബാക്ടർസ് എന്ന് അവസാനിക്കുന്ന മെഡിസിൻ ഏതാ? സിനമോണാണ്. അത് തന്നെ. ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ എടുത്തോണ്ട് വരട്ടെ. ഇടയ്ക്ക് ഓർമ്മ തോന്നാം അതെങ്കിലും അതായിട്ട്. എന്തായാലും നമ്മൾക്ക് അഡ്രിനാലിൻ നമ്മൾക്ക് മെഡിസിനാണ്. അഡ്രിനാലിൻ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ എന്താണ് ചെയ്യുന്നത്? അഡ്രിനാലിൻ മാസ്റ്റ് സെല്ലിൽ ആക്ട് ചെയ്തിട്ട് ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹിസ്റ്റമിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ അലർജി ഉണ്ടാകുന്നത്. ഹിസ്റ്റാമിൻ നമ്മൾക്ക് മെഡിസിനാണ്. ഹിസ്റ്റാമിൻ ഹിസ്റ്റാമിൻ നമ്മുടെ മെഡിസിനാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം സ്വീകരിക്കാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫിസിയോളജിക്കൽ രീതിയിൽ സ്വീകരിക്കാവുന്നത് പതോഫിസിയോളജിക്കൽ സ്വീകരിക്കാവുന്ന ഒന്ന് ഹൈപ്പോതലാമസ്, രണ്ടാമത് ഇങ്ങോട്ട് അഡ്രിനാലിൻ. അത് കഴിഞ്ഞാൽ അത് കോർട്ടിസോളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പോതലാമസ് കഴിഞ്ഞ് കൊടുക്കാവുന്നത് അഡ്രിനാലിനാണ്. കാരണം പിന്നെ നമ്മൾക്ക് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് ഒന്നുമില്ല. ഇത് അഡ്രിനൽ കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോണിനെ കുറയ്ക്കാൻ നാട്രമൂർ സഹായിക്കും എന്ന് പറയുന്നതല്ല. നാട്രമൂർ ഒരു നല്ല മെഡിസിനാണ്. ഇത് കൂടിയാണെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിനാണ് നാട്രമൂർ. നമ്മുടെ ഒരുപാട് അലർജിക്കും നല്ല മെഡിസിൻ ആകുന്നത് ഈ തരത്തിലാണ്. അപ്പൊ നാട്രമൂർ കൊടുക്കുക. പിന്നെ ഉള്ളത് കോർട്ടിസോളാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് കോർട്ടിസോൾ അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ.
പിന്നെ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മാത്രമല്ല, അതുകൊണ്ട് തന്നെ അലർജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ അതാണ്. പിന്നെ ഈ പറഞ്ഞ കോർട്ടിസോൾ കൂടുമ്പോൾ ഹിസ്റ്റാമിൻ, അപ്പൊ ഹിസ്റ്റാമിൻ കൊടുക്കാം. ഹിസ്റ്റാമിൻ കൊടുത്തത് പിന്നെ ഇനി നമ്മൾ സിംറ്റംസ് വെച്ചിട്ടാണ്. സിംറ്റംസ് വെച്ച് നോക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ആസ്മ, അലർജിക്ക് ആസ്മയ്ക്ക് നമ്മൾ കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അലിയം സെപ്പയാണ്. അപ്പൊ അലിയം സെപ്പയെ പറ്റിയിട്ട് അലിയം സെപ്പയുടെ മെറ്റീരിയൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരിക്കലും ഹൈ ഡോസ് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഹൈ ഡോസ് കൊടുക്കരുത്, കൊടുത്താൽ ആസ്മ കൂടുമെന്ന് പറയുന്നു. അലിയം സെപ്പ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഹൈ ഡോസ് കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നു. പിന്നെ അലർജിക്ക് ആസ്മയ്ക്കുള്ള പ്രധാന മെഡിസിൻ എന്ന് പറയുന്നത് പോത്തോസ് നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഇത് ഹൈഡ്രോഫോബിനം നല്ലൊരു മെഡിസിനാണ്. ആഴ്സനിക് ആഴ്സ അയോഡ് നല്ലൊരു മെഡിസിനാണ്. പിന്നെ റണ്ണിങ് നോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഈ അലർജിക് ആസ്മയ്ക്ക്, അപ്പൊ അതുകൊണ്ട് യൂഫ്രേഷ്യയും നല്ല മെഡിസിനാണ്. നാജ നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഓഫ് കോഴ്സ് തൂജ വളരെ പ്രധാനമായിട്ട് ആക്ട്. സാബഡില്ല, ഇച്ചിങ് ഓഫ് ഇയേഴ്സ് സാബഡിലേക്ക് കൂടുതലാണ്. അപ്പൊ സാബഡില്ല നമുക്ക് അങ്ങനെ കൊടുക്കാം. പോത്തോസിന്റെ നമുക്കറിയാം, പോത്തോസിന്റെ ആസ്മ ആഫ്റ്റർ സ്റ്റൂൾ അമലറേഷൻ എന്ന് പറയും. അതാണ് പോത്തോസ്. ഡസ്റ്റ് അഗ്രവേഷൻ പോത്തോസ്, ബ്രോമിയം, അയഡോഫോം ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പോത്തോസിന് ഇങ്ങനെ ഒരു സിൻഡ്രോം ഉണ്ട്. പിന്നെ കണ്ണിന്റെ ചൊറിച്ചിലിന് നമ്മൾക്ക് അരുണ്ടോ ഉണ്ട്, പിന്നെ അംബ്രോഷ്യ ഉണ്ട്, ഈ സൾഫറൊക്കെ ഏതായാലും വരും. അതോടൊപ്പം ഇങ്ങനത്തെ ഈ അലർജിക് ആസ്മയ്ക്ക് സോറിനമാണ് നോസോഡായിട്ട് പറയുന്നത്. സോറിനം ഒരു ഡോസ് ഇടയ്ക്ക് ഇന്റർകറന്റ് ഡോസ് ആയിട്ട് സോറിനം കൊടുക്കണം. സോറിനം കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ആ അലർജിക് ആസ്മ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിംറ്റംസ് അലർജി നമുക്കറിയാലോ, റണ്ണിങ് നോസ്, സ്റ്റഫി നോസ്, റണ്ണിങ് ഫ്രം നോസ്, സ്റ്റഫി നോസ്, ഫേസ് പെയിൻ ഡ്യൂ ടു സ്റ്റഫി നോസ്, സ്നീസിങ്, വാട്ടറി റെഡ്, ഇച്ചി ഐസ്, കഫ്, ചെസ്റ്റ് ടൈറ്റ്നസ്, അബ്നോർമാലിറ്റീസ് ഓഫ് ദി ബ്രീത്ത് ആൻഡ് വീസിങ്, പിന്നെ സ്കിൻ റാഷ്, ഹൈവ്സിന് നമുക്കറിയാം ഹിസ്റ്റാമിൻ കൂടുമ്പോൾ ഹൈവ്സിന് നമുക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട്. നമ്മൾക്കാണ് അത്, എനിക്ക് തോന്നണം നമ്മൾക്കാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ എലിമെന്റ്സ് ഫ്രം എമോഷണൽ എക്സൈറ്റ്മെന്റ്, അതിന് അത് കൂടുതൽ മെഡിസിൻ ഉണ്ട്. അപ്പൊ എമോഷണൽ എക്സൈറ്റ്മെന്റ് ഇപ്പൊ അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഞാനിപ്പോ ഇനി ഇതിന്റെ ഈ ഫുഡ് അലർജിയുടെ സിംറ്റംസ് ആണ് എടുക്കാം. ഫുഡ് അലർജിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വൊമിറ്റിങ്, സ്റ്റൊമക്ക് ക്രാംസ്, പിന്നെ ഹൈവ്സ് അതിനും ഉണ്ട്. ഹൈവ്സിന്റെ മെഡിസിൻ അർട്ടിക്കാസ് നമ്മൾ സാധാരണ വളരെയധികം നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അർട്ടിക്കാസ്. ബോവിസ്റ്റ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യും. പിന്നെ കൊപ്പൈവ നന്നായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ലഡം, എപ്പീസ് അലർജിക്ക് ആസ്മയ്ക്കും വളരെ നല്ല മെഡിസിനാണ്. വിത്ത് ഇടിമയൊക്കെ കൂടി ഉണ്ടെങ്കിൽ എപ്പീസ് വളരെ നല്ല മെഡിസിനാണ്. പിന്നെ ഫുഡ് അലർജിയിൽ നമ്മൾ ഈ ഓരോ ഫുഡ് അനുസരിച്ച് മെഡിസിൻ മാറും. അപ്പൊ അതില് സ്റ്റൊമക് ക്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കോപ്പറിന്റെ കുറവും ഈ അലർജിയെ കൂട്ടാറുണ്ട്. അപ്പൊ കുപ്രമെറ്റ് വളരെ നല്ല ഒരു മെഡിസിനായിട്ട് വരാറുണ്ട്. മാത്രമല്ല ഹാനിമാൻ കൊടുത്തതാണത്. ഹാനിമാൻ കുപ്രമെറ്റ്, വെറാട്രാൾബ്, ക്യാംഫർ ആണ് മറ്റേ ഏഷ്യാറ്റിക് കോളറ വന്നപ്പോൾ കൊടുത്തത്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, വീസിങ്, റിപ്പീറ്റഡ് കഫ്, ഹോഴ്സ്നെസ്, വോയിസ്, പിന്നെ ത്രോട്ട് ട്രബിൾ, സ്വാളോയിങ്, പിന്നെ സ്വെല്ലിങ് ഓഫ് ടങ്. അതൊക്കെ സാധാരണ അതിന്റെ ഒരു സിംറ്റം. ഇതിൽ പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് ഇട്ടുന്നേ ഉള്ളൂ നെറ്റിൽ നിന്ന്. അപ്പൊ ഞാൻ ഇതിലേക്ക് പറയാനുള്ളത്, ഈ അനാഫൈലാക്സിസ് റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അനാഫൈലാക്സിസ് റിയാക്ഷൻ ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ശരീരം മൊത്തം അങ്ങോട്ട് പെട്ടെന്ന് ഒരു പഴംപൊരി കഴിച്ചതാണെന്നാണ് പറയുന്നത്. ഫുഡിന്റെ തന്നെയാണ്. അനാഫൈലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടായപ്പോൾ ശരീരം മുഴുവൻ അങ്ങ് വന്ന് വീർത്ത് പൾസ് റേറ്റ് വളരെ സ്ലോ ആയി ഇംപെർസെപ്റ്റബിൾ ആയി, കിട്ടാത്ത അവസ്ഥയായി, ശരീരം അങ്ങ് തണുത്തു, ഒരു ഹാഫ് ഡെഡ് എന്നുള്ളൊരവസ്ഥ, വിയർത്ത് ശരീരത്തിന് ഒരു ക്ലാമി പെർസ്പിറേഷൻ ആയി. ഈ ക്ലാമി പെർസ്പിറേഷൻ ആയിരുന്നത് കൊണ്ട് മാത്രം തന്നെ ഞാൻ കാർബോവെറ്റ് 10 ആണ് കൊടുത്തത്. കാർബോവെറ്റ് 10 കൊടുത്ത് പേഷ്യന്റിന്റെ
ഭാര്യ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇയാള് ഒരു മറിഞ്ഞ് ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞ് പേഷ്യന്റ് അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പോ പൾസൊന്നും ഒട്ടും കിട്ടുന്നില്ല. ഈ ക്ലാമി പെർസ്പിറേഷൻ ഒരു ലീഡിങ് സിംറ്റമാണ് കാർബോവെറ്റിന്. അത് ഈ തുള്ളി കുത്തി നിൽക്കും. ക്ലാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളിയായിട്ട് വളരെ ചെറിയ കുഞ്ഞു തുള്ളികൾ, വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്ന തുള്ളികൾ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. അത് ശ്വാസം സ്വാഭാവികമായിട്ടും കാർബോവെറ്റിന് നമ്മൾ പറയുന്നത് ഇതാണല്ലോ, കലയവർ എന്തോ ഇതിന് മെറ്റീരിയൽ മെഡിക്കല് കോപ്സ് റിവൈവർ അതന്നെ ശവശരീരത്തിന് ജീവൻ കൊടുക്കുന്നതാണ്. അത് മെറ്റീരിയൽ മെഡിക്ക എനിക്ക് തോന്നണത് അത് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ മെറ്റീരിയൽ മെഡിക്കലാന്ന് തോന്നുന്നു. കോപ്സ് റിവൈവർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അത് കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആള് വ്യത്യാസം വന്നു. വേറെ ഇതുപോലൊരു കേസിലും ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൊടുത്തു. എന്നാൽ ഒരു കുട്ടിക്ക് ഈ ഇത് വന്നപ്പോ ഞാൻ കൊടുത്തത് കുപ്രമെറ്റാണ്. അതും പൾസ് എല്ലാം പോയി, പക്ഷെ അവിടെ അനാഫൈലാക്റ്റിക് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിന് സ്ഥിരമായിട്ട് കൺവൾഷൻ ഉണ്ടാകുന്ന കുട്ടിയാണ്. അപ്പൊ ആ എപ്പിലെപ്റ്റി, അതായത് ഗ്രാൻഡ് എപ്പിലെപ്സിയാണ്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയി ചികിത്സിച്ചതാണ്. കുപ്രമെറ്റ് 10 ആണ് കൊടുത്തത്. കുപ്രമെറ്റ് 10 ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ അവിടെയും പൾസ് കിട്ടുന്നില്ലായിരുന്നു, പക്ഷെ ക്ലാമി പെർസ്പിറേഷൻ ഇല്ലായിരുന്നു. ക്ലാമി പെർസ്പിറേഷൻ ഇല്ലായിരുന്നു, ഷാലോ ബ്രീത്തിങ് അല്ലായിരുന്നു. അപ്പൊ മറ്റേ ഈ ആദ്യം പറഞ്ഞ കേസിൽ ബ്രീത്തിങ് ഒന്നും ഇല്ല, ഒന്നും നമ്മള് നോക്കിയാലൊന്നും കാണാനില്ല, ബ്രീത്ത് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിന് നമ്മൾക്ക് നല്ല മെഡിസിൻസ് ഉണ്ട്. പിന്നെ എപ്പീസ് ആണ് ഈ അനാഫൈലാക്സിക് റിയാക്ഷന് പ്രധാനമായിട്ടും നമ്മൾ ആ ഇഡിമ കൂടി ഉണ്ടാകുമ്പോൾ എപ്പീസ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. എപ്പീസിന്റെ ഇത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ആർട്സ് പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ആണ്. അർട്ടിക്ക അറുവൻസ് പ്രധാനപ്പെട്ട മെഡിസിൻ ആണ്. റസ്റ്റോക്സ് വളരെ നല്ല രീതി. ഹിസ്റ്റാമിൻ നേരത്തെ പറഞ്ഞിരുന്നു, നാട്രമൂറും നേരത്തെ പറഞ്ഞു. അലർജി ഷോട്ട് എടുത്തിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പൂജയാണ് പ്രധാനമായിട്ടും നമ്മൾ മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത്. അലർജി ഷോട്ട് ഇപ്പം മറ്റവരുടെ അടുത്ത് പോയി അലർജി ഷോട്ട് എടുത്തിട്ട് വരുന്ന ആൾക്കാർ അസ്റ്റാക്കസ് നമ്മുടെ ഞണ്ടിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലെ, ഞണ്ടിൽ നിന്ന് എടുക്കണം അസ്റ്റാക്കസ് ക്രാബ് ആണ്. അത് ഈ ഹൈവ്സിന് വളരെ നല്ല മെഡിസിനാണ്. കാർബോളിക് ആസിഡ് മെഡിസിനാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നാട്രമൂറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഹിസ്റ്റാമിന്റെ കാര്യം പറഞ്ഞു, ലഡം പറഞ്ഞു, അർട്ടിക്ക അറുവൻസ് പറഞ്ഞു. അത് റൈനൈറ്റിസ് ആണെങ്കിൽ അലിയൻസെപ്പായും ആഴ്സയോടും കാർബോവെറ്റും ആണ് പ്രധാനപ്പെട്ട മെഡിസിൻ. അതോടൊപ്പം യൂഫ്രേഷ്യ ഉണ്ട്, നക്സോം ഉണ്ട്. നക്സോമിന്റെ മൊഡാലിറ്റി നമുക്കറിയാം. അപ്പോൾ അത് നോക്കി കൊടുക്കുക. സാങ്കിനേറിയായി വൈദ്യക്ക് ചെവി, കണ്ണ്, മൂക്കും ഒക്കെ ചൊറിയും. നേരത്തെ പറഞ്ഞ കണ്ണ് ചെവി ചൊറിയണതിനൊക്കെ പ്രത്യേകം ഉണ്ടെങ്കിലും ഈ വൈദ്യക്ക് ഏകദേശം എല്ലാ ഓറിഫൈസിലും ചൊറിച്ചിലുണ്ട്. അതാണ് വൈദ്യ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ അലർജി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഒരുപാട് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് വരുന്നവർക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആഫ്റ്റർ കുറെ റെമഡീസിന് ശേഷം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. ആ റെമഡീസിന് ശേഷം കൊടുക്കുന്ന മെഡിസിൻ ടുക്രിയാണ്. ആഫ്റ്റർ ഹോമിയോപ്പതിക്ക് റെമഡി, ടൂ മച്ച് ഹോമിയോപ്പതിക്ക് റെമഡി കൊടുത്തതിന് ശേഷം, റെമഡി എന്ന് വിളിക്കേണ്ട മെഡിസിൻ എന്ന് വിളിക്കാം. റെമഡി ആകുമ്പോൾ പിന്നെ ക്യൂർ നടക്കുമല്ലോ. റെമഡി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, റെമഡി ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്നത് ഒരു മെഡിസിൻ ടുക്രിയാണ്. അതോടൊപ്പം ഒരു അസിമുലേഷൻ കറക്റ്റ് ആയിട്ട് അവർക്ക് ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് സൈലീഷയാണ്. പിന്നെ അസിമുലേഷന്റെ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് ടുക്രിയൊക്കെ ടിഞ്ചറാണോ? അല്ല, ടുക്രിയ നമ്മള് അത് ഒരുപാട് അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ടിഞ്ചർ കൊടുക്കാറില്ല.
ടിഞ്ചർ ടുക്രി അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കുന്നതിൽ തെറ്റാന്നുള്ള അഭിപ്രായത്തിലൂടെ കൊടുത്തിട്ടില്ല. സർക്കുലേഷൻ കുറവായിട്ട് വരുമ്പോൾ, തണുപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കാലിഫോസ് ആണ് മെഡിസിൻ. സർക്കുലേഷൻ കുറയുന്ന കണ്ടീഷൻ. പിന്നെ പൊതുവെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ അലർജിക് ആയിട്ടുള്ള ഒരു അലർജി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. ഞാൻ എൻ്റെ പേഷ്യന്റിനോട് പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ എല്ലാവരും കഴിക്കുന്ന സാധനം അല്ലെങ്കിൽ എല്ലാവരും ഇടപെടുന്ന നമ്മൾക്ക് മാത്രം പ്രശ്നം വരുമ്പോഴാണ് അതിന് അലർജി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പ്രശ്നമാകുമ്പോൾ അതിന് അലർജി എന്നുള്ള പറയുന്നത്, അതിന് വിഷമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഒരു സ്ഥലം മാറിയ, ഒരു വീട് മാറിയ, അതല്ലെങ്കിൽ ഒരു കാലാവസ്ഥ പെട്ടെന്നൊന്ന് മാറിയ, ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത് മെഡോറിനും ആണ്. കാർസിനോസിൻ പ്രധാനപ്പെട്ട മെഡിസിൻ ആണ്. പിന്നെ കോഫിയ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. സെൻസിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മെഡിസിൻ ആണ് ഞാനിപ്പോ പറയണത്. അപ്പൊ ഇവർ അലർജിക്ക് ആയിട്ടുള്ളവർ ഹൈപ്പർ സെൻസിറ്റീവ് ആണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ഫോസ്ഫറസ്, ബെഡോറിനം, കാർസിനോസിൻ, പിന്നെ ആർസനിക് ഉണ്ട്, ഇഗ്നേഷ്യ ഉണ്ടാവും. പിന്നെ പറയാനുള്ളത്, ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് തയ്യാറാക്കി വന്നു. ഇന്ന് അതിന്റെ കൂട്ടത്തിൽ കേസ് പിന്നെ പറയാം. ഇന്ന് വന്ന 2-3 കേസ് ഉണ്ടായിരുന്നു, അപ്പൊ അത് പിന്നെ പറയാം. പിന്നെ ഇപ്പൊ ഈ ഭക്ഷണത്തിനോടുള്ള അലർജി എന്ന് പറയുന്ന ആദ്യം കാണിക്കുന്നത് എന്താണ്? ഒരു ദഹനക്കേട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഭക്ഷണം നമ്മൾ പറയുമല്ലോ, നാട്ടുകാരൊന്നും പിടിക്കാത്ത ഭക്ഷണം എന്ന് പറയും. പക്ഷെ എന്നാലും അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഇൻഡൈജസ്റ്റബിൾ തിങ്സ് ആണെങ്കിലും അതിനോടൊരു താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രധാന മെഡിസിൻ ലാക്ടോസിസ്, കൽക്കേറിയ ഫോസും, ഓറത്തിന്റെ അത് ചിലർ അതിന് മൈൻഡ് വെച്ച് അവരാണ്. ഓറ ഒരു ഇതാണല്ലോ, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള മെഡിസിൻ ആണ്. അപ്പൊ ഈ ഓറം അവന് കുഴപ്പമാണെങ്കിലും, സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആത്മഹത്യ, സ്വയം ഒരു നാശമാണല്ലോ അവൻ ഉദ്ദേശിക്കണം. അപ്പം ഓറം അതൊന്നും എനിക്കറിയാം, അങ്ങനെയൊന്നും എനിക്ക് അല്ല. പക്ഷെ ഓറം നല്ല മെഡിസിൻ ആണ്. ദഹിക്കാത്ത സാധനം എടുത്തിട്ട് ദഹിക്കാത്ത സാധനം കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കും. ദഹിക്കത്തില്ലെന്ന് അറിയാം, അവർക്കറിയാം ഇതിനു മുമ്പും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും അറിയാം. അപ്പൊ അങ്ങനെയുള്ള അത് ഉണ്ടായെന്ന് അറിഞ്ഞാൽ പോലും അവർക്ക് അത് കഴിച്ചാലേ, അത് കാണുമ്പോൾ അത് കഴിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഇത് തന്നെ ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഇതില് ഈ ഡൈജസ്റ്റ് ആകത്തില്ല എന്ന് ആഹിക്കാനോട് അത് തമ്മിൽ ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റത് എന്ന് പറയുമ്പോൾ ഇൻഡൈജസ്റ്റിനോടുള്ള ഒരു ക്രേവിംഗ് ആണ്. ഇത് ഡൈജസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയാലും കഴിക്കുന്നത് ചൈനയാണ് പ്രധാനമായിട്ടും അതിന്റെ മെഡിസിൻ. പിന്നെ റയർ സിംറ്റം എന്ന് പറയുന്നത് ഇത് ഞാൻ റെഫർ ചെയ്ത് പറയുന്നതാണ്. ഈ ഹേ ഫീവർ വരുമ്പോൾ, ഹേ ഫീവർ ആണല്ലോ ഇത് ഈ പറയുന്നത്, ഹേ ഫീവർ വരുമ്പോൾ ബേണിങ് ഉണ്ടാകുന്നതിന് കണ്ണില് റണാങ്കുലസ് ആണ് പ്രധാനപ്പെട്ട മെഡിസിൻ ഹേ ഫീവർ ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ സിംറ്റം വല്ലതും ഉണ്ടോ? സിംറ്റം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മള് ഈ കോൺ സൂപ്പ് വളരെ നല്ലതാണ്. ഇപ്പൊ ഇതില് കാണുന്നത് വൈറ്റമിൻസ് ആണ് പറയുന്നതെങ്കിൽ, കോൺ സൂപ്പ് അലർജി ഉണ്ടാകുന്നവർക്ക് സ്ഥിരം കൊടുക്കാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ചോളത്തിന്റെ സൂപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ചോളം ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ ഇതായിട്ട് കിട്ടും. പിന്നെ വൈറ്റമിൻ സി, പിന്നെ വളരെ നല്ല അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് അതിന്റെ ഇന്റർനാഷണൽ യൂണിറ്റ് നിങ്ങൾ നെറ്റിൽ നോക്കി മനസ്സിലാക്കുക. അതൊന്നും കാണാതെ എനിക്കറിയില്ല. ഇന്റർനാഷണൽ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾ നെറ്റിൽ നോക്കി മനസ്സിലാക്കുക. അത് വളരെ നന്നായിട്ട് ഇത് ആക്ട് ചെയ്യാറുണ്ട്. അത് നല്ലൊരു വൈറ്റമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അത് ഹിസ്റ്റമിന്റെ അളവ് കുറയ്ക്കും. അതുകൊണ്ടാണ് വൈറ്റമിൻ സി നല്ലതാണ് എന്ന് പറയാൻ കാര്യം. പിന്നെ ഇ ആൻഡ് ഡി
ഒന്ന് അത് ഒറ്റയ്ക്കും കൊടുക്കാം, ഒരുമിച്ചും കൊടുക്കാം. അതും പിന്നെ ഹിസ്റ്റമിന്റെ റെഡ്യൂസ് ഹിസ്റ്റമിൻ 78% വരെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഏതാ പറഞ്ഞ അവസാനം പറഞ്ഞ ഏതായിരുന്നു? ഇയും ഡിയും വൈറ്റമിൻ ഹിസ്റ്റമിൻ കുറയ്ക്കും. അത് വരുന്നില്ല, ഇതൊന്നും സ്ക്രീനിൽ വരുന്നില്ല. സ്ക്രീനിൽ വരുന്നില്ല അല്ലേ? ഇല്ല. ഞാൻ വരുന്നുണ്ട്. ഓ ശരി, സ്പെയർ ആയില്ലേ, ഞാൻ വരുന്നു എന്നോർത്ത് പറഞ്ഞോണ്ടിരുന്നു. വൈറ്റമിൻ ഡി ഇതൊക്കെ സ്ക്രീനിലുണ്ടായിരുന്നു, സോറി. വൈറ്റമിൻ പിന്നെ ആസ്മയ്ക്കും വൈറ്റമിൻ ഡി. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഹോമിയോപ്പതിക്കാര് അപ്പൊ നമ്മുടെ ഒരു 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 കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ നമുക്കുള്ളതല്ല, അവരുടെ മെഡിസിനാണ്. അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾക്ക് കൊടുക്കാം. വൈറ്റമിൻ കൂടി കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ഫുഡിൽ കൂടി കൊടുക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഫുഡിൽ കൂടി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പറ്റത്തില്ലല്ലോ. അപ്പോ മാത്രമല്ല, ചില കണ്ടീഷനിൽ അത് അവർക്ക് ആക്സസബിൾ എന്ന് പറഞ്ഞാൽ കഴിക്കാനൊക്കെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം വൈറ്റമിൻ എയും ഡിയും ഇയും ആസ്മ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അതിന് ഡിയുടെ റോള് പറയുന്നത് എയർവേ റീമോഡലിംഗ് ഇൻ ആസ്മ ആണ്. എയർവേക്ക് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അതിനെ റീമോഡൽ ചെയ്യാനായിട്ട് ഈ ഡി സഹായിക്കും. പിന്നെ വൈറ്റമിൻ സി സിട്രിക് ഫ്രൂട്ട്സ്, അത് ഇനി അടുത്തത് നിങ്ങൾ കാണുന്നില്ല, ഞാൻ വായിക്കാം. വൈറ്റമിൻ ഡി, ഫിഷ്, മഷ്റൂംസ്, അതൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഡോക്ടർമാർക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ അത് എന്നാലും ഒന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. വൈറ്റമിൻ ഡി, ഫിഷ്, മഷ്റൂംസും, ഫോർട്ടിഫൈഡ് ജ്യൂസസ്, മിൽക്ക്. അതിൽ ഫോർട്ടിഫൈഡ് ജ്യൂസ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല, കാരണം ഫോർട്ടിഫിക്കേഷൻ വളരെ വലിയ ദോഷമുള്ള സംഭവം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഈ അതിന്റെയൊക്കെ ചാറ്റില് സുവർണം, പൊട്ടൻഷ്യൽ രണ്ടും കൂടി സ്വർണം ചോദിച്ചിട്ടുണ്ട്, പൊട്ടൻസി. അത് വണ്ണമാണ്. സ്വർണം വണ്ണമോ എണ്ണമോ ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വൈറ്റമിൻ എ ആണ് ഈ പറയേണ്ടത്. അതില് വൈറ്റമിൻ എ നമുക്ക് മീനിന്റെ അറിയാം എല്ലാവർക്കും. ഇതില് അതല്ല, ഇതില് പച്ചക്കറിയിൽ നിന്ന് എന്തൊക്കെ ഇപ്പൊ മീൻ കഴിക്കാത്തവരുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്സ്, പൈനാപ്പിൾ, പംകിൻ. വൈറ്റമിൻ ഇ പറയുന്നത് മാംഗോ, നട്ട്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതാണ് വൈറ്റമിൻ ഇയിൽ പറയുന്നത്. പിന്നെ മഗ്നീഷ്യത്തിന് നമ്മുടെ ഇപ്പൊ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് മെഡിസിൻ ഉണ്ട്, സി ഒന്നും വന്നിട്ടില്ല, എയും വന്നതായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല. പിന്നെ എന്തായാലും ഇത് ഡി ഉണ്ട് മെഡിസിൻ. മഗ്നീഷ്യത്തിന് നമുക്ക് മഗ്നീഷ്യം മൂറോ, മഗ്നീഷ്യം കോസോ അതെന്തെങ്കിലും കൊടുക്കാം. മഗ്നീഷ്യം വളരെ നല്ലതാണ് അലർജിക്ക്. ഞാൻ പറയുന്നതാണ്, അത് അവസാനം കിടക്കുന്ന എയിം ഓഫ് ദ ട്രീറ്റ്മെന്റ് ബിൽഡിംഗ് അപ്പ് ഓഫ് അഡ്രിനാൽസ്. അതിനാണ്, അതായത് ICTH കൂട്ടാനായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ നാട്രമൂർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറിയിലും ഒക്കെ ആക്ട് ചെയ്യുന്നതാണ്. പിറ്റ്യൂട്ടറിയില് നമ്മൾക്കറിയാലോ, നമ്മള് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണല്ലോ TSH വരുന്നത്. അപ്പൊ TSHന്റെ പ്രശ്നം കൊണ്ട് തൈറോയ്ഡ് കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫിസിയോളജി വരുന്നുണ്ട്. നമ്മൾ നാട്രമൂർ പലപ്പോഴും വിതൽക്കോസ് പറയുന്നത് നാട്രമൂറിനെ പറ്റി പറയുന്നത് ഗോയിറ്ററിന്റെ ഒരു മയാസം എന്നാണ്. ഗോയിറ്റർ മയാസം, അങ്ങനെ ഒരു, അതായത് ഗോയിറ്റർ അതുപോലെ ഉണ്ട്, ഒരുപാടുണ്ട്. അത് വളരെ ശരിയാണ്, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പൊ ഒരുപാടുണ്ട്. അപ്പൊ ഗോയിറ്റർ മയാസം എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് നാട്രമൂർ. ആ നാട്രമൂർ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അത് ACTHനെ കൂട്ടുന്നുണ്ട്. ACTHനെ കൂട്ടുമ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ACTH ഉയർത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് കോർട്ടിസോൾ ഇതിന്റെയൊക്കെ ഇത് കൂടും. അപ്പോൾ അലർജിക് റിയാക്ഷനിൽ വ്യത്യാസം വരാറുണ്ട്. ഇനി ഇതാണ് ഇത്രയും ഞാൻ തയ്യാറാക്കിയതുള്ളൂ. ഇനി അലർജിയുടെ മെഡിസിൻ ആണെങ്കിൽ ഓരോ അലർജിയുടെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അതിപ്പം അത്
നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട്. ഇതില് ഡിസ്കഷൻ. പിന്നെ ഞാൻ ഇന്ന് വന്നൊരു കേസ് പറയാം. ആ. ഇന്ന് അത് ഒരു അലർജി, ഭയങ്കര അലർജിയുള്ളൊരു ഭയങ്കര തുമ്മലും ഇതൊക്കെ ആയിരുന്നു. അപ്പോ ഐ ജി നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലാണ്, AEC-യും കൂടുതലാണ്. IgEയും AEC-യും കൂടുതലായതുകൊണ്ട് ഞാൻ ഹിസ്റ്റമിൻ കൊടുത്തു, ആഴ്സയോട് കൊടുത്തു. അതോടൊപ്പം ഇത് അലർജിക്ക് സ്നീസിങ്ങിന് വെച്ചിട്ട് ഹൈഡ്രോഫോബിനും കൊടുത്തു. പൊതുവെ ഇത് ഞാൻ കൊടുത്തത് ഇന്ന് വന്നത്, ഇന്ന് അതിന്റെ ഫീഡ്ബാക്ക് ആണ്. ഇന്ന് നല്ല വ്യത്യാസമായിട്ടാണ് വന്നത്, വളരെയധികം വ്യത്യാസമുണ്ട്. എന്തായാലും ആ മെഡിസിൻ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പൊട്ടൻഷ്യൽ എന്ന് പറയാമോ? ഹിസ്റ്റമിൻ ഏതായിരുന്നു? ഹിസ്റ്റമിൻ 30 ആണ്. എൻ്റെ 30 ഉള്ളൂ. ആർസൈഡൊക്കെ വണ്ണമാണ്, ആർസൈഡ് വണ്ണമാണ്, ഹൈഡ്രോഫോബിനും വണ്ണമാണ്. വീറ്റ് അലർജിയെ കുറിച്ചൊരു ചോദ്യം വന്നിരിക്കുന്നു ചാറ്റ് ബോക്സിൽ. വീറ്റ് അലർജിക്ക് മെഡിസിൻ ഉണ്ട്. ഈ അലർജിക്ക് മാത്രമായിട്ടൊരു ബുക്കുണ്ട്. അത് ഞാൻ അലർജിയുടെ മാത്രം ഹോമിയോപ്പതിയിൽ സെർച്ച് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്. ഞാനിപ്പോ എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല, ഞാൻ വേണം നോക്കി പറയാം. കാൽക്കേരിയ കാർബ് എന്ന് ജയലളിത ഡോക്ടർ ഇട്ടിട്ടുണ്ട്. കൽക്കേരിയ കാർബ് ശരിയാ, പറയാം. ഞാൻ ഇനി നമുക്ക് 8 മിനിറ്റ് ആണ്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിലും. ഇന്നൊരു പെട്രോളിയം കേസ് എനിക്കുണ്ട്. പെട്രോളിയം കേസിൽ ഈ പയ്യൻ ഇങ്ങനെ കൈയെടുത്ത് എന്നെ കാണിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കാണാമോ, കൈയെടുത്ത് എന്നെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ 2 വിരലിലെ നഖം ഇങ്ങനെ പൊട്ടിപ്പോഴത്തേ ഇവിടെ സ്കിന്നിന് വലിയ പ്രശ്നമാണ്. എനിക്കൊന്നും കാണാനില്ല, ഒരു മുട്ടുസൂചി തലപ്പിന്റെ അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ എന്താ പ്രശ്നം? ചെറിയ കളർ വ്യത്യാസം. അത് സാരേ, ഈ അലർജിയുടെ പ്രശ്നമുണ്ട്, അത് വേറെ. അപ്പൊ ആ കൂട്ടത്തില് ഇന്ന് വന്ന കേസിന്റെ കാര്യം ഞാൻ പറയാം. അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചത് അത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ കുളിച്ചിട്ട് ആദ്യമേ ചെന്ന് ചെരുപ്പ് കഴുകി അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ ചെരുപ്പ് കണ്ട് ഞാൻ ഞെട്ടി. ഇങ്ങനെ ഏത് ചെറിയ കാര്യം, ഒരു ഞങ്ങളുടെ നാട്ടിൽ മച്ചിങ്ങയ്ക്ക് വെള്ളക്കാന്ന് പറയും, വെള്ളക്ക കണ്ടാൽ ഞെട്ടും, വഴിയിൽ ഒരു ഓലക്കണ കിടന്നാൽ ഞെട്ടും, ഒരു ചെറിയ കാര്യം മതി ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടും. ഇത് 2 സിംറ്റം ആയപ്പോ ഞാൻ മറ്റത് ഞാൻ സിംറ്റമായിട്ട് തന്നെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈഫിൾ സീംസ് ഇമ്പോർട്ടൻറ്റ്, അതാണ് സിംറ്റം. അപ്പൊ നിസ്സാര കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. പിന്നെ സ്റ്റാർട്ടിങ് ഫ്രം ട്രൈഫിൾസ്, ചെറിയ ഈ നിസ്സാര കാര്യത്തിന് ഞെട്ടും. ഇത് രണ്ടും കൊടുത്തിട്ട് പിന്നെ അവന്റെ ഒരു ഫിസിക്കൽ സിംറ്റം കിട്ടി. അവന് അലർജിയുടെ ഭാഗമായിട്ട് തുമ്മല് മാത്രമല്ല, സ്കിന്നിൽ പ്രശ്നമുണ്ട്. അപ്പം ആ സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിൽ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് നമ്മുടെ ആ റീജിയനിലാണ് ചൊറിച്ചത്. അപ്പൊ അതിന്റെ ആ റൂബ്രിക്സും കൂടി കൊടുത്തപ്പോ ഇതെല്ലാം കവർ ചെയ്യുന്ന മെഡിസിൻ ആയിട്ട് വന്നത് പെട്രോളിയാണ്. അപ്പൊ പിന്നെ ഈ ട്രൈഫിൾ സ്ട്രീംസ് അതും പിന്നെ ഇമ്പോർട്ടന്റും, ട്രൈഫിൾസ് പിന്നെ ഇച്ചിങ് ഫ്രം ട്രൈഫിൾസും, പിന്നെ സ്റ്റാർട്ടിങ് ഫ്രം ട്രൈഫിൾസും, പിന്നെ ഈ പറഞ്ഞ ഇതില് നമ്മുടെ ബട്ടക്സിന്റെ അവിടെ തന്നെയാണ് ചൊറിച്ചത്, വേറെ എങ്ങുമല്ല. അതാവും അവിടെ മാത്രമാണ് ചൊറിച്ചതെന്ന് പറയും. അപ്പൊ അത് പിന്നെ കോൾഡ് അമലറേഷൻ എന്നും കൂടി പറഞ്ഞപ്പോ ആ സിംറ്റം കൊടുത്തപ്പോഴാണ് പെട്രോളിയം കയറി വന്നത്. പെട്രോളിയം ഇന്ന് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ബാക്കി സിംറ്റംസ് ഒക്കെ ഏകദേശം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അപ്പൊ അതെല്ലാം ഉണ്ട്. ഇപ്പൊ പെട്രോളിയം മാറ്റി ചെയ്യുമെന്നാണ് തോന്നുന്നത്. നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു സിംറ്റമായിട്ട് നമ്മൾ എടുക്കണം. ഞാൻ പെട്രോളിയം ഏത് പൊട്ടൻസിയാ കൊടുത്തതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ പിന്നെ വീഡിയോ വീണ്ടും പോയി. നമുക്ക് വീഡിയോ വീണ്ടും പോയി. ഓഡിയോ കേൾക്കാം.
കേൾക്കാം. ഇപ്പൊ കാണാം. ഇപ്പൊ കുഴപ്പമില്ല. നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ ഡോക്ടറെ. ഇനി എന്താണ് ഇനി എന്തെങ്കിലും? ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതുപോലെ എല്ലാവരുടെയും പ്രത്യേക ഓർമ്മയ്ക്ക് ഒന്നും കൂടി അറിയിക്കുകയാണ്, നാളെ ലോക വനിതാ ആരോഗ്യ പ്രവർത്തക ദിനമാണ്. അതിന് നമ്മളൊരു പ്രത്യേക പരിപാടി വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും നാളത്തെ ആ പരിപാടിയിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതിൽ നമുക്കൊരു പ്രഭാഷണം വെച്ചിട്ടുണ്ട്, ആരോഗ്യ മേഖലയിലെ വനിതകളും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ ഡോക്ടർ നാരായണ പണ്ടാൽ സാറിന്റെ ഒരു പ്രഭാഷണമുണ്ട്. എല്ലാവരും നാളത്തെ ഈ പരിപാടിയിലും പങ്കെടുക്കണമെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. പെട്ടെന്ന് ഓടിച്ചു വേണമെങ്കിൽ അലർജി ഉള്ള ഇതൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. പിന്നെ വേണ്ട. ഹരിഹരൻ സാറ് ഞാൻ ഗോവന്റെ ഡോക്ടർ ദേവന്റെ ക്ലാസ് വളരെ സശ്രദ്ധം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദേവന്റെ ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഫൈൻ ആൻഡ് ഫണ്ടാസ്റ്റിക് ക്ലാസ് ആണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലർജിക് ഇങ്ങനെ വരുന്നതിന് അലർജിക് ചെസ്റ്റ് സിംറ്റംസും ഫസ്റ്റ് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് സിംറ്റം കാണിക്കുമ്പോൾ അത് നമ്മൾ ഒരു സോറിക് ആസർവേഷനാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം അത് കണക്കാക്കി എടുക്കാനായിട്ട്. അതിപ്പോൾ ആസ്മയൊക്കെ ചികിത്സിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വേണം ചികിത്സിക്കാനായിട്ട്. ആദ്യം തുമ്മൽ വരിക, കണ്ണി വെച്ചില്ല, മൂക്കി വെച്ചില്ല, ഇതെല്ലാം ഒരു സോറിക് മാനിഫെസ്റ്റേഷനാണ്. പക്ഷേ സോറിക് മാനിഫെസ്റ്റേഷന് നമ്മൾ പ്രോപ്പറായിട്ട് ആ കുട്ടിയെ അല്ലെങ്കിൽ ആളുടെ ചികിത്സ നടത്തിയില്ലെങ്കിൽ അത് സൈക്കോട്ടിക്കിലേക്ക് പോകും. സൈക്കോട്ടിക് മീൻസ് ഈ ബ്രോങ്ക്യോൾസിലൊക്കെ തടിപ്പ് വരും, നീർക്കെട്ട് വരും. അത് ഒരു സൈക്കോട്ടിക് കണ്ടീഷനാണ്. അവിടെ നമ്മൾ സൈക്കോട്ടിക് മെഡിസിൻ തന്നെ ഉപയോഗിക്കും. പിന്നെ അടുത്തത് വരുന്നത് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അടുത്ത വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അത് സൈക്കോട്ടിക് സിബിലിറ്റി കണ്ടീഷനിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സിബിലിറ്റി കണ്ടീഷൻ COPD ഒക്കെ ആയിട്ട് വരും. അതാണ് അതിൻ്റെ ആ രോഗത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിപ്പം ഹേ ഫീവറിനായി നമ്മുടെ ബോറിക്ക് തന്നെ പറയുന്നു, പറയുന്ന സിംറ്റംസ് എല്ലാം പിന്നെ സോറിനം ബെസ്റ്റ് റെമഡിയാണ്. സോറിനം ബെസ്റ്റ് റെമഡിയാണ്. പക്ഷേ അല്ലാതെ തന്നെ വേറെ ഒത്തിരി റെമഡീസ് സോറിക്കുണ്ട്. ആ മെഡിസിൻ നമ്മൾ എപ്പോഴും പരിഗണിച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ആഴ്സനിക് ആൽബ് വന്നു. ആഴ്സനിക് ആൽബ് ഞാനാണെങ്കിൽ ആഴ്സനിക് ആൽബ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നോക്കി അത് ആഴ്സനിക് ആൽബ് ആണ് വന്നിരിക്കുന്നതെങ്കിലും ഞാൻ ആഴ്സനിക് ആൽബ് 10 ആണ് സാറിന് കൊടുക്കാറുള്ളത്. ആഴ്സനിക് വിമ്മിഷ്ടം ഉണ്ടെങ്കിൽ, അതായത് അത് സൈക്കോട്ടിക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ല. അവിടെ നമ്മൾ ആ സൈക്കോട്ടിക് സ്റ്റേജ് വരുമ്പോൾ ഒരിക്കലും ഈ ആഴ്സനിക് ആൽബ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കരമായിട്ടുള്ള അഗ്രവേഷൻ ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ സോറിക് കണ്ടീഷൻ കഴിഞ്ഞിട്ട് അതിൽ മറ്റേതിലേക്ക് പോകുമ്പോൾ തൂജ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റെമഡിയാണ്. ആ സൈക്കോട്ടിക് മയാസം നമ്മൾ റിമൂവ് ചെയ്യും, കുറച്ചു കഴിഞ്ഞാൽ അത് ഈ തുമ്മൽ വന്ന ആളിന് നമ്മൾ ആ സൈക്കോട്ടിക് മയാസത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ആസ്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തൂജ 10 കൊടുക്കും. അപ്പൊ പിന്നെ പിന്നെ ഇതുണ്ടാവത്തില്ല. അഥവാ പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ വരുന്നൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ ട്യൂബർക്കുലർ മയാസമാണ്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വീട്ടിലോ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് ട്യൂബർക്കുലോസിസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ട്യൂബർക്കുലർ മയാസമായിട്ട് ഈ വ്യക്തിയിൽ കാണിക്കും. അപ്പം നമ്മൾ അവിടെ കാണിക്കുന്നത് ട്യൂബർക്കുലർ 10 കൊടുക്കണം. അങ്ങനെ അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ അതിങ്ങനെ എക്സാസർബേഷനായിട്ട് കുറച്ച് നാൾ മാറി നിൽക്കും, കുറച്ച് നാൾ വരും, കുറച്ച് നാൾ മാറി നിൽക്കും. ഈ രോഗി ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ കയറുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കെന്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആഴ്സനിക് ആൽബ് ഒരിക്കലും ഈ ആസ്മയ്ക്ക് ഒരു ക്യൂറേറ്റീവ് റെമഡി അല്ല. അറ്റ് ദി സെയിം ടൈം ഈ നാട്രോസെർഫ് വൺ ഓഫ് ദി ബെസ്റ്റ് റെമഡിയാണ്. നാട്രോസെർഫിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയാണ് നമുക്കെങ്കിൽ നാട്രോസെർഫ് ഹൈലി ക്യൂറേറ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്.
സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിനെപ്പറ്റി നന്ദി. പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് പറയാനുണ്ട്. ആ ഒരു രീതിയിലുള്ള ഡോക്ടർ ട്രീറ്റ്മെന്റ് മാത്രമേ ഇത് നമുക്ക് ആസ്മ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ എക്സാസർബേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഏത് ടിഞ്ചേഴ്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സാസർബേഷൻ വരുമ്പോൾ എക്സാസർബേഷൻ ഇസ് എ വെരി ഡിഫിക്കൽട്ട് പ്രോബ്ലം. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്തിലെ പേഷ്യന്റ് നമ്മുടെ വിട്ടുപോകും. അതുകൊണ്ട് ആ എക്സാസർബേഷൻ കൂടെ മാനേജ് ചെയ്തിട്ടൊക്കെ രീതിയിൽ പേഷ്യന്റിനെ ചികിത്സിക്കാം. അത് ശരിക്കും കേസ് എടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നതിൽ ആസ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ നെർവ് റെപ്പർട്ടറിയിൽ പ്രത്യേകം പറയുന്നു. ആസ്തമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അത് പഠിച്ചാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഈസി ആയിട്ട് കിട്ടാൻ കുറെ മെഡിസിൻ കാര്യം പറയുന്നത്. സാറേ ഇനി ഒരാളോട് ഓക്കെ, സമയം പോകുന്നു. ശരി ശരി. ബീന ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. നമ്മുടെ സമയം കഴിയുന്നു. ബീന ഡോക്ടർ. അത് ഈ സബ്ജക്റ്റ് അല്ല, ഈ വൈപ്ര പേഴ്സൺ ആഫ്റ്റർ അൾസർ വരില്ലേ, അതിനെന്താ മെഡിസിൻ വൈപ്ര ബൈറ്റ്? ചെറുപ്പത്തിൽ വൈപ്ര ബൈറ്റ് ഉണ്ടായതാണ്. പിന്നെ അതിനുശേഷം വളരെ കാലത്തിന് ശേഷം അൾസർ ആ ഭാഗത്ത് തന്നെ ഫോം ചെയ്തു. നോൺ ഹീലിംഗ് അൾസർ ആണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ബൈറ്റ് കഴിഞ്ഞിട്ടുള്ള അൾസർ? നോൺ ഹീലിംഗ് ആണോ? അതെ അതെ. നോൺ ഹീലിംഗ് അൾസർ ആദ്യം എന്തായാലും വൈപ്ര പൊട്ടൻസി തന്നെ കൊടുക്കണം. അത് പിന്നെ കൊടുത്തിരുന്നു. അരിസ്റ്റലോക്കിയ മിൽഹോംസ് ക്ലമാറ്റിസ് നല്ല ഒരു നോൺ ഹീലിംഗ് അൾസർ. ടീച്ചറാണോ? അതെ, ടിഞ്ചർ. നോൺ ഹീലിംഗ് അൾസറിന് വളരെ നല്ല മെഡിസിൻ ആണ്. വൈപ്ര കൊടുത്തിട്ട് സ്നേക്ക് വെനം ആന്റിഡോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണഗതി അതിന്റെ പൊട്ടൻറ്റൈസിന്റെ ഡോസ് ചെല്ലുമ്പോൾ തന്നെ അത് ആന്റിഡോട്ട് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ വൈപ്രയ്ക്ക് ഞാൻ ഇതെന്തായാലും അരിസ്റ്റലോക്കിയ ക്ലമാറ്റിസ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അരിസ്റ്റലോക്കിയ മിൽഹോമൻസ് ഉണ്ട്, അരിസ്റ്റലോക്കിയ ക്ലമാറ്റിസ്, അരിസ്റ്റലോക്കിയ പല ഇതുണ്ട് കേട്ടോ. അപ്പൊ അതില് നമ്മൾ ഈ ക്ലമാറ്റിസ് ആണ് നമ്മൾ ഇതിന് കൊടുക്കണം. പിന്നെ നോൺ ഹീലിംഗ് അൾസർ ഈ അത് കടിച്ച ഭാഗത്താണോ അതോ ദേഹത്ത് മുഴുവൻ വരുന്നുണ്ടോ? കടിച്ച ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഗൺ പൗഡർ 3X റിക്വിക്കിന്റെ ഗൺ പൗഡർ ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഇച്ചിനേഷ്യ ടിഞ്ചർ പിന്നെ ഈ വെള്ളത്തിലെ, അതായത് സാൾട്ട് വാട്ടറിൽ ഈ ഇച്ചിനേഷ്യ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒരു 10-25 തുള്ളി ഒഴിച്ചിട്ട് ഇച്ചിനേഷ്യ കാല് മുക്കി വെക്കണം. ദിവസം ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്ത് വെളിയിൽ കൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ലപോലെ മുറിവായിട്ടിരിക്കുകയാണെങ്കിൽ, അതായത് മുറിവിന് അങ്ങനെ ഗ്രാനുലേഷൻ ടിഷ്യൂ വരുന്നുണ്ടോ? അൾസറായിട്ട് ഇങ്ങനെ ഫോം ചെയ്യാണ്. എങ്ങനെ ഒരു എന്താ പറയാ, ഒരു അൾസർ നോൺ ഹീലിംഗ് ആയിട്ട് തന്നെ നിൽക്കുക. അത് ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഡ്രസ് ചെയ്യരുത്. ഒരിക്കലും ഒന്നും വെച്ചും ഡ്രസ് ചെയ്യരുത്. ഈ വെറും ഉപ്പുവെള്ളം വെച്ച്, അതായത് ഈ സാൾട്ട് വാട്ടർ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് സാൾട്ട് വാട്ടർ അത് നമ്മുടെ നാക്കെ ചെറുതായിട്ട് ഇത് വരണം. അത് എടുത്ത് വെച്ച് ഗോസിൽ മുക്കി സ്വപ്പം കറണ്ടില്ല ടിഞ്ചർ കൂടെ ഒഴിച്ചോണം. എന്നിട്ട് അത് വെച്ചിട്ട് അത് ഡ്രസ് ചെയ്യണം. അതങ്ങനെ ഡ്രസ് ചെയ്ത് കുറച്ച് സിലീഷ്യ ഉള്ളിൽ കൊടുക്കണം. 200 ഡോസ് ഉള്ളിൽ കൊടുക്കണം. ഉള്ളിൽ കൊടുത്തിട്ട് സൈലീഷ്യ 6X കൊടുക്കണം. ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ പതുക്കെ അതിനകത്തുനിന്ന് സ്പ്രൗട്ട് ചെയ്യും. ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ സ്പ്രൗട്ട് ചെയ്യും. ഞാൻ ആയിരക്കണക്കിന് ചികിത്സിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയാം. അതായത് ഇപ്പൊ ഞാൻ ചികിത്സിക്കാറില്ല. ഇപ്പൊ ഞാൻ അങ്ങനത്തെ കേസ് എടുക്കാറില്ല. സ്പ്രൗട്ട് ചെയ്ത് വരുമ്പോൾ ഈ പ്രോസസ്സ് നിർത്തരുത്.
നിർത്തരുത്. അതിങ്ങനെ ആയി കഴിയുമ്പോൾ മോള് വരെ ആകുമ്പോഴത്തേക്ക് അത് പിന്നെ ആയി കഴിഞ്ഞ് അത് നിരപ്പായി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഈ കലണ്ടുല തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് കലണ്ടുല മാത്രമായിട്ട് ഡ്രസ്സ് ചെയ്യും. പിന്നെയുള്ള ഡ്രസ്സിങ് ഒരു 2 ദിവസം കൂടുമ്പോഴേ ചെയ്യാവുള്ളൂ. മറ്റേത് ദിവസം ഡ്രസ്സ് ചെയ്യണം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിപ്പോൾ അതിനകത്ത് സ്ലഫ് ഉണ്ടെങ്കിൽ, നല്ലപോലെ സ്ലഫ് ഉണ്ടെങ്കിൽ ഈ കാല് ഈ മഞ്ചട്ടി എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. ആയുർവേദ മരുന്നുകളിൽ മഞ്ചട്ടി എന്ന് മറ്റേ പറയുന്നത്, അത് ഈ സമൂലം കിട്ടും. അതിൻ്റെ വേരുകൾ എല്ലാം കൂടെ ചേർക്കണം. അത് ചേർത്ത് ഒരു പിടിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ നല്ല ചുമന്ന് വരും. അത് ഈ കാലിനകത്ത് മുക്കി വെക്കണം. കാലിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അൾസർ നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോഴും ഇത് തുടച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞത് ചെയ്താൽ മതി. ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഇത് ഹീൽ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം. രാവിലത്തെ ഇളവെയിൽ കൊള്ളിക്കണം കാലിന് ഇളവെയിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇളവെയിൽ കൊള്ളിക്കണം. ഈ അൾസർ തുറന്നു തന്നെ ഇളവെയിൽ കൊള്ളിക്കണം. എന്നിട്ട് വേണം ഇത്രയും ചെയ്യാനുള്ളത്. 100% കരിയാതെ എവിടെ പോകാനാണ്. പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പൈറോജൻ നമ്മൾ ശ്രദ്ധിച്ചോണം. പൈറോജൻ കൊടുക്കണം. പിന്നെ ഗൺ പൗഡർ കണ്ടിന്യൂ ചെയ്യും. ഗൺ പൗഡറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഓക്സിജനേഷൻ ഉണ്ടാക്കും ആ ഭാഗത്ത്. കാലില് തൂക്കിയിടുമ്പോൾ അവിടെ ഈ ശരിക്കുള്ള ബ്ലഡ് സപ്ലൈ വരാത്തതുകൊണ്ടാണ് ഇത് ഹീൽ ചെയ്യാത്തത്. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഭംഗിയായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം 10 മിനിറ്റ് കൂടെ കൂടിപ്പോയി. ഇന്നത്തെ ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുക. ശരിക്കും ദേവൻ ഡോക്ടറുടെ ക്ലാസ്സിന് ഈ അടുത്ത കാലത്ത് ഇത്രയും പേര് വന്നിട്ടില്ല. അത്രയ്ക്ക് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഡോക്ടർമാർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടറുടെ റിസർവ് ബെഞ്ച് അല്ല, ഡോക്ടറെ അതുപോലെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു തെളിവാണ്. ഇന്ന് 57 പേരോളം ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു എന്നുള്ളത് അടുത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഡോക്ടർ അങ്ങനെ ചിന്തിക്കരുത്. ഇനി വീണ്ടും നമുക്ക് അലർജി മെഡിസിൻസും കൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരണം. അതിന്ന് നമുക്കിപ്പോ സമയം ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ്. അത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല ശരിക്കും പറയാനുണ്ട്, ഓടിച്ചു വിട്ടാൽ പറ്റുകയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് പോയത്. എന്തായാലും ആ ഡോക്ടർക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടിലൊരു ചോദ്യം ചോദിച്ചത് പിന്നെ ദേവൻ ഡോക്ടറും ഹരിഹരൻ സാറും കൂടെ പറഞ്ഞു കൊടുത്തത് ഡോക്ടർക്ക് പ്രത്യേകിച്ചും ജൂനിയേഴ്സിന് വളരെയധികം പ്രയോജനം ചെയ്യും. ഇന്ന് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് ദേവൻ ഡോക്ടർക്ക് 1000 നന്ദികൾ അറിയിക്കുകയാണ്. എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അതുപോലെ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം. ഇന്ന് 1731 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ തന്ന ഹരിഹരൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ 1731 സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. വീണ്ടും പെട്ടെന്ന് വരണേ ഡോക്ടറെ, അലർജി മെഡിസിനുമായിട്ട്.